ഞാനിപ്പോൾ ഉള്ളത് തൊടുപുഴ നിയമസഭാ മണ്ഡലത്തിലെ 89 നമ്പർ ബൂത്താണ്. മുനിസിപ്പൽ മോഡൽ UP സ്കൂളിൽ ആണ് ഈ ബൂത്ത് ഉള്ളത്. ഇവിടെ ഏതാണ്ട് 100ഓളം പേർ ഇനിയും വോട്ട് രേഖപ്പെടുത്താനുണ്ട്. അവർക്ക് ടോക്കൺ വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഈ സ്കൂളിലേക്കുള്ള ഗേറ്റ് കവാടം അടച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ടോക്കൺ നൽകിയിരിക്കുന്നത്. ഈ ആളുകളുടെ പ്രതികരണം എപ്പോഴാണ് വന്നത്? ഞങ്ങൾ 2 മണിക്കൂറായി വന്നിട്ട്. അതായത് ഇവിടെ സിസ്റ്റത്തിനും പ്രശ്നമുണ്ട്, ഇരിക്കുന്നവരുടെയും പ്രശ്നം കൊണ്ടാണ് ഡിലേ ആകുന്നതെന്നാണ് പറയണത്. എന്തായാലും പ്രായമായവരും ഞങ്ങളുമൊക്കെ വന്നിട്ട് നമുക്ക് പിന്നെ പ്രശ്നമില്ലാത്തവരുണ്ട്. രോഗികളൊക്കെ വന്നിട്ട് ഇതൊരു പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം 70-75 ടോക്കൺ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് വിഷമകരമായ കാര്യമാണ്. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിന് പരിഹരിക്കുന്നില്ല. ഞാൻ വന്നിട്ട് 3 മണിക്കൂറായി. എൻ്റെ വൈഫ് തിരിച്ചു പോയി വോട്ട് ചെയ്യാതെ. കാരണം കോഴ നിന്നിട്ട് അവർ തിരിച്ചു പോയി. അതെല്ലാം പ്രതിസന്ധിയല്ലേ. 4 മണിക്ക് വന്നോ? 4 മണിക്ക്. ഇത്ര നേരമായിട്ട് വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആളുകളുടെ പ്രതികരണമാണ്. സ്ത്രീകൾ അടക്കമുള്ളവരുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് നേരമായി വന്നിട്ട്? ഒരുപാട് നേരമായി. രാവിലെ ഒന്ന് വന്നതാ, രണ്ടാമതാ. രാവിലെ എന്തുവാ തിരിച്ചു പോയത്? തിരക്കാരനാണോ? തിരക്കാരണം. ആളുകൾ രാവിലെ വന്നിട്ട് തിരക്ക് കാരണം മടങ്ങിപ്പോയവരുണ്ട്. അതിനുശേഷം 2 തവണ പലരും വോട്ട് ചെയ്യാൻ ഇതാണോ അവസ്ഥ? അപ്പോ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും അവരുടെ ഒരു സ്പീഡിന്റെ കൂടി പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും ഈ 1200ഓളം വോട്ടർമാരാണ് ഈ ബൂത്തിലുള്ളത്. ഈ ഏതാണ്ട് 1000 വോട്ടർമാർ ഇതിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഒന്ന് അവിടെ എഴുതുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഒരല്പം താമസമുണ്ട്. അതോടൊപ്പം തന്നെ വോട്ടിംഗ് മെഷീനും ഒരല്പം താമസമുണ്ട് എന്നുള്ളതാണ് വോട്ടർമാർ പറയുന്നത്. അതാണ് ഇത്തരത്തിൽ ഈ താമസമുണ്ടാകാൻ, അല്ലെങ്കിൽ ഇത്രയും ഈ സമയം കഴിഞ്ഞതിന് ശേഷവും ഈ പോളിംഗ് നീണ്ടുപോകാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അത് തന്നെയാണ് എന്നുള്ളതാണ്. ഒരുപാട് നേരമായി ഇത് വേണ്ടാന്ന് വെച്ചിറങ്ങി പോകാന്ന് വെച്ചാ പിന്നെ വോട്ട് ചെയ്യണമല്ലോ എന്ന് വെച്ച് നിൽക്കണേ. ഇത് ഭയങ്കര സ്ലോ ആണ് മെഷീൻ. ഇത് രാവിലെ തുടങ്ങിയത്, ഇപ്പോൾ തുടങ്ങിയല്ല. രാവിലെ മുതൽ ഈ ക്യൂ തന്നെയാണ്. ഈ 90ാമത്തെ ബൂത്തിൽ 89ാമത്തെ ബൂത്തിൽ 90ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. 2 ബൂത്താണുള്ളത്. 89 1:30 തൊട്ട് അവിടെ നിൽക്കുന്നവരൊക്കെ ആ ക്യൂലുണ്ട്. കഷ്ടമാണ്. ഇനിയിപ്പോ ഇത്രയും പേർ 75 ടോക്കൺ കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവരൊക്കെ എപ്പം മടങ്ങുമെന്ന് പറയാൻ കഴിയില്ല.